വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ശാലിനിയാണെങ്കിൽ വീട്ടിനകത്തേക്ക് സത്യഭാമ കയറ്റുന്നില്ല. അന്നേരം ആ വിഷ്ണുവിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നത് രാഘവൻ നായർ അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ അതിനുശേഷം ശാലിനിയാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. അതോ ഇനി കുട്ടികളിനി സ്കൂളിൽ പോയിരിക്കുന്ന കുട്ടികളെ ശാലിനിയെ വിളിച്ചുകൊണ്ട് പോകുന്നതാണോ എന്താണെന്ന് കാണിക്കുന്നില്ല. പക്ഷേ ശാലിനി പിന്നീട് 2 കുട്ടികളെയും കൊണ്ട് കുടുംബശ്രീ വീട്ടിലേക്കാണ് വരുന്നത്. അന്നേരം കുട്ടികൾ യൂണിഫോമിലൊക്കെയാണ് കാണിക്കുന്നത്. മിക്കവാറും ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ആ ഒരു വഴിയായിരിക്കും. പക്ഷേ അതിനോടകമാണെങ്കിൽ ഇവിടെ ഗോപാലകൃഷ്ണനാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിൽ കുഞ്ഞിനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഗോപാലകൃഷ്ണൻ അറിഞ്ഞില്ലേ, കുഞ്ഞിനെ ഇവിടെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, എൻ്റെ മകൻ വിഷ്ണു മരിച്ചത് അവൾ നിങ്ങളോട് പറഞ്ഞായിരുന്നോ, കുഞ്ഞിൻ്റെ കാര്യമൊന്നുമില്ല, അതും ഒളിച്ചു വച്ചില്ലേ, വെറും 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ എൻ്റെ മകളെ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് ആ കുറ്റങ്ങളെല്ലാം ശാലിനിയുടെ തലയിലേക്ക് വയ്ക്കുകയാണ്. ഗോപാലകൃഷ്ണൻ അതൊക്കെ വിശ്വസിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്താണ് വൈകുന്നേരം ശാലിനിയാണെങ്കിൽ ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുന്നത്. അപ്പോൾ ശിവനും ഉണ്ട് അവരോട്. അപ്പോൾ ശിവൻ്റെ വണ്ടിയിലായിരിക്കണം കുട്ടികളെയും വിളിച്ചുകൊണ്ട് വന്നത്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഈ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം അച്ഛൻ എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, സമ്മതിക്കില്ല, ഈ സത്യഭാമൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് വെച്ച് ശാലിനി എന്തോ വലിയ കുറ്റം ചെയ്തു എന്നുള്ള രീതിക്ക് തന്നെ ഗോപാലകൃഷ്ണൻ പെരുമാറുന്നുണ്ട്, ഇവിടെ കയറാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ശ്യാമയും അടുത്ത് നിൽക്കുന്നുണ്ട്. അന്നേരം അവസാനം ആകെ സങ്കടപ്പെട്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങുക എന്നതാണ് കാണിക്കുന്നത്. കുട്ടികളെയും കൊണ്ട് ഇറങ്ങുകയാണ്. അതിന് ഇടയ്ക്കൊരു സീൻ കാണിക്കുന്നുണ്ട്. ആ ഒരു ശാലിനിയുടെ ആ ഒരു കളക്ട്രേറ്റിലെ ആ ഒരു ചേംബറിലാണെങ്കിൽ രേഷ്മ എത്തുന്നുണ്ട്. അന്നേരം പിന്നെ കുറ്റങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്ത് സ്വയം നീറാനായിട്ട് വിധിക്കപ്പെട്ടവൾക്ക് കിട്ടുന്ന കൂലിയാണ് ഇത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് എല്ലാവരും ഇങ്ങനെ ശാലിനിയെ കുറ്റക്കാരിയാക്കി കാണുന്നല്ലോ. ശാലിനി പറയുന്നൊന്നും കേൾക്കാനോ ഒന്നും സത്യഭാമയോ ഗോപാലകൃഷ്ണനോ ആരും ഒന്നും തയ്യാറാകുന്നുമില്ല, ശാലിനിയെ വിശ്വസിക്കുന്നുമില്ല. അതൊക്കെ ചേർത്ത് ശാലിനി പറയുന്നുണ്ട്. രേഷ്മയോടാണ് സങ്കടപ്പെടുന്നത്. അതനുസരിച്ച് രേഷ്മയാണെങ്കിൽ അവിടെ സത്യഭാമയുടെ വീട്ടിലേക്ക് കമലിൻ്റെ ഓട്ടോയിലല്ല, രേഷ്മ സ്കൂട്ടിയിലാണ് വരുന്നത്. കമലിന് ഓട്ടോയിലാണെന്ന് തോന്നുന്നു. സ്കൂട്ടിയും ഓട്ടോയും ഒക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിലുണ്ട്. കമലൻ പക്ഷേ ആകെ ഒരു സങ്കടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അന്നേരം കമലൻ പറയുന്നുണ്ട്, സത്യാമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, രേഷ്മയാണ്. രേഷ്മ എങ്ങനെയെങ്കിലും പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, സത്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നിങ്ങനെ കമലൻ രേഷ്മയോട് പറയുകയാണ്. പക്ഷേ കമലൻ അന്നേരവും ആകെ വിഷമിച്ച് തന്നെയാണ് ആ ഒരു പിന്നെ വണ്ടിയുടെ കമ്പിയിൽ പിടിച്ചിങ്ങനെ ചാരി ഒരു വിഷമത്തോടെ നിൽക്കുകയാണ്. രേഷ്മ സമ്മതിച്ച് നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സത്യഭാമ ആണെങ്കിൽ രേഷ്മ പറയുന്നത് വിശ്വസിക്കുമോ എന്തൊക്കെയാണെന്നുള്ളതാണ് അത് അറിയേണ്ടത്. ഇതേസമയം അവിടെ ശാലിനിയാണെങ്കിൽ വൈകുന്നേരം ഈ കുട്ടികളെയും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ കയറ്റുന്നില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഈ കുട്ടികളെയും കൊണ്ട് ഇറങ്ങുന്നുണ്ട്. ശാലിനി നേരെ കടപ്പുറത്തേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ കുട്ടികളെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പപ്പിയാണെങ്കിൽ ശാലിനിയുടെ മടി കിടന്നുറങ്ങുന്നുണ്ട്. സത്യ ചേർന്നിരുന്ന് ഉറങ്ങുകയാണ്. അന്നേരം ശിവനെ അവിടെ കാണിക്കുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്, ഇതൊരു കളരിയാണ്, ജീവിതം പഠിപ്പിക്കുന്ന കളരി എന്ന് ഇങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ശിവൻ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ ഉള്ളൂ, കുട്ടികളെയും ചേർത്ത് പിടിച്ച്. മിക്കവാറും ഇനി ശിവൻ്റെ കൂടെ ആ ഒരു വാടക വീട്ടിലേക്ക് പോകുമോ എന്താണ് എന്നുള്ളതാണ്. അതോ ഇനി സത്യഭാമ രേഷ്മ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശാലിനിയെ വിളിക്കാനായിട്ട് ശാലിനിയെ അന്വേഷിച്ച് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. സത്യഭാമയാണെങ്കിൽ ഒരു ഓട്ടോയിൽ പോകുന്നൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് ഇവരെ അന്വേഷിച്ച് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഇവരെ അന്വേഷിച്ച് വരുന്നതാണോ ഇല്ലയോ എന്നുള്ളതാണ്. രേഷ്മ പറയുന്നത് അംഗീകരിക്കാനായിട്ട് തയ്യാറായാൽ അവിടെ ശാലിനിയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാകും. എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക്